പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ ഇന്ന് വന്നേക്കും തന്നെ. ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടൂർ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച ത്രോണോസിലെ ചിത്തോലുകൾ അഴിച്ചു മാറ്റുന്നു. അത് എന്തുകൊണ്ടാണ് എന്നാണ്, അതിൻ്റെ സൂചന എന്താണ്, അതിൻ്റെ സിംബോളിക് മീനിങ് എന്താണെന്നാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ചിത്തോല എന്ന് പറയുന്നത്, അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. എങ്കിലും ത്രോണോസിനെ ചുറ്റുന്ന ഒരു പട്ടുവസ്ത്രമാണ് ചിത്തോല. ത്രോണോസിൻ്റെ ദർഗായുടെ മുകളിൽ അടിഭാഗത്തെ സ്റ്റെപ്പുകളല്ല, ത്രോണോസിനെ ചുറ്റുന്ന ഈ ദർഗായ്ക്ക് മുകളിലായി വയ്ക്കുന്ന പട്ടുവസ്ത്രത്തിനാണ് ചിത്തോല എന്ന് പറയുന്നത്. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. അത് പരിശുദ്ധ തൃത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ നിറങ്ങളെ പറ്റി പറയുമ്പോൾ മധ്യത്തിൽ ചുവപ്പ് നിറം, അരിക് പച്ച നിറം, കുരിശും മറ്റും മഞ്ഞ നിറം, നടുക്ക് ചുവപ്പ് നിറം, അരികിൽ പച്ച നിറം, കുരിശും മറ്റും മഞ്ഞ നിറം. ഈ നിറത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ചുവപ്പ് നീതീകരണത്തെ സൂചിപ്പിക്കുന്നു. എന്താണ് നീതീകരണം? ആദാമിൻ്റെ പാപം മൂലം നമ്മളെല്ലാവരും ആദാമ്യ പാപത്തിൻ്റെ അടിമകളാണ്. ആദാമ്യ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് കർത്താവിൻ്റെ ക്രൂശ് മരണം മൂലം നമുക്ക് നീതീകരണം ഉണ്ടായി. നീതീകരണ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദം തെറ്റ് ചെയ്തു, മനുഷ്യർക്കും അതുപോലെ തെറ്റ് ചെയ്തു. ഈ പഴം തിന്നാൽ നീ മരിക്കും എന്നാണ് ദൈവം അരുളി ചെയ്തിരുന്നത്. ആദാം പഴം പറിച്ചു തിന്നു, മരിച്ചു. ആത്മാവിൽ മരിച്ചു. ആത്മാവ് മരിച്ചതല്ല, ആത്മാവിൽ അവൻ മരിക്കപ്പെട്ടു. അതായത് ദൈവത്തിൽ നിന്ന് അവൻ അകന്നുപോയി. അതാണ് ആത്മാവിലുള്ള മരണം. ശാരീരിക മരണവും അവന് വന്നു, അത് പിന്നീടാണ്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ഒരിക്കലും മരിക്കാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചത്. അവനെന്നും നിലനിൽക്കണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപം ചെയ്തു. തിന്നാൻ നീ മരിക്കും, ആ ശിക്ഷയും അപ്പോൾ തന്നെ കൊടുത്തിരുന്നു. എന്നിട്ട് പോലും ആദാം ഹവ്വായുടെ വാക്ക് കേട്ട് അത് തിന്നേ ചെയ്തു. അതുപോലെ നമ്മൾ പാപത്തിൽ വീണു, ശിക്ഷയും വന്നു. ആ ശിക്ഷയിൽ നിന്ന് ഒരു മോചനം ലഭിക്കണമെങ്കിൽ മനുഷ്യരെ കൊണ്ട് ആരെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് കൂടിയാണ് മനുഷ്യാവതാരം നടന്നത്. പുത്രൻ തമ്പുരാൻ ഭൂമിയിൽ മനുഷ്യരായിട്ട് അവതരിച്ച് നമ്മെപ്പോലെ ജീവിച്ച് സുവിശേഷം പ്രസംഗിച്ച് ആളുകളെ മാനസാന്തരപ്പെടുത്തിയും പലരെയും അവസാനം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിൽ തൂങ്ങി മരിച്ചു. അതുകൊണ്ടാണ് 2 പത്രോസ് 2:24 പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി.
അപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചിരിക്കുക. ആ ശിക്ഷയ്ക്ക് ഒരു പരിഹാരം, ആ ശിക്ഷ അവരനുഭവിക്കണമെന്നുള്ളതാണ്. ആത്മാവിൽ മരിച്ചു, ആദാം ദൈവത്തിൽ നടന്നുപോയി. ഇനി ശരീരപ്രകാരമുള്ള ഒരു മരണമുണ്ട്, അത് വരാനിരിക്കുന്നു. ഈ രണ്ട് കുറ്റങ്ങളിൽ നിന്നും ആദാമിനെ മോചിപ്പിക്കുവാൻ മനുഷ്യർക്കാർക്കും സാധ്യമല്ലാത്തതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് തീർന്ന് മനുഷ്യൻ്റെയും മനുഷ്യവർഗം മുഴുവൻ്റെയും പാപം അവനിലേക്ക് ആവഹിച്ചെടുത്ത് അവൻ ക്രൂശിൽ തൂക്കപ്പെട്ട് മരിച്ചു. അതുപോലെ നീതീകരണം, നീതി നടപ്പിലാവണം. എന്താ നീതി? പാപം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, അതൊരു നീതിയാണ്. അതിൽ മാറ്റമില്ല. ആ ശിക്ഷ ആദാമിന് മനുഷ്യവർഗത്തിന് വേണ്ടി കർത്താവ് ഏറ്റെടുത്തു. അങ്ങനെ കർത്താവിൻ്റെ മരണം മൂലം നമുക്ക് നീതീകരണം ലഭിച്ചു. ആ നീതിയാണ് അവിടെ. അതാണ് ചുവപ്പ് സൂചിപ്പിക്കുന്നത്. ചുവപ്പ് കർത്താവിൻ്റെ രക്തത്തിൻ്റെ നിറമായിട്ടതിന് സിംബോളിക്കായിട്ട് സ്വീകരിച്ചാലും തെറ്റില്ല. അതുകൊണ്ടാണ് നടുക്ക് ചുവപ്പ്. നീതീകരണം, പാപത്തിൽ ഉൾപ്പെട്ട മനുഷ്യൻ്റെ നീതീകരണത്തിന് വേണ്ടി കർത്താവിൽ ക്രൂശിൽ തൂങ്ങി മരിച്ച് നമുക്ക് നീതീകരണം ലഭിച്ചു എന്ന് ചിത്തോലിൻ്റെ മധ്യഭാഗത്തുള്ള ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നു. അരിക് പച്ച നിറമാണ്. പച്ച നിറം ശുദ്ധീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അഴുക്കും മാലിന്യമില്ല പച്ച നിറത്തില്. പച്ചപ്പരവതാനി വിരിച്ച പോലെ എന്നൊക്കെ നമ്മൾ പറയില്ല. പച്ചപ്പ് കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ് നമുക്ക്. അഴുക്കുകളില്ല, മാലിന്യങ്ങളില്ല, വൃത്തികേടുകളില്ല. ഈ ശുദ്ധീകരണവും നമുക്ക് കർത്താവിൻ്റെ മരണം മൂലമാണ് ലഭിച്ചത്. അതുകൊണ്ട് പച്ച ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു. നീതീകരണം മാത്രം കിട്ടിയാൽ പോരാ, നാം ശുദ്ധീകരിക്കപ്പെടണം, ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. ഇതിനാണ് കർത്താവ് കൂദാശകൾ സ്ഥാപിച്ചത്. പലതും കൂദാശകളെ പറ്റി, കൂദാശയുടെ അർത്ഥം അറിയാമോ, അതറിയാമോ, ഇതറിയാമെന്നൊക്കെ ബന്ധുക്കോസുകാരി ചോദിക്കും. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ വരണവനെ ഞാനതിന് മറുപടി കൊടുത്തില്ല. ബന്ധുക്കോസുകാരനോട് എനിക്ക് മറുപടി ഇല്ലാന്ന് പറഞ്ഞു. കുർബാന കർത്താവ് അർപ്പിച്ചു. ഇനി പുതിയ ദൈവത്തിൽ കുർബാനയില്ല, അവനാ തീരുമാനിക്കണേ. പൗലോസ്ലീഹയുടെ ലേഖനം, എബ്രായ ലേഖനത്തിൽ ഞാനത് ഇത് വേറൊരു വീഡിയോ ഇട്ടേക്കാം. അവനത് മനസ്സിലാവട്ടെ, എന്താന്ന് കുർബാന എന്താന്ന് മനസ്സിലാവട്ടെ. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഓരോന്നിങ്ങനെ പറയാ. ഒരുത്തൻ ഓരോ കമൻ്റ് ഇട്ടിരിക്കണാണ്. യോസേപ്പിൻ്റെ ആദ്യ ഭാര്യയിലെ മകനാണ് യാക്കോബ് എന്ന് പറയുമ്പോൾ നിങ്ങളിതിന് മറുപടി പറയണം. യോസേപ്പിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? അപ്പം മറിയാം യോസേപ്പിൻ്റെ ഭാര്യയാണെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. വേദോത്സവം വായിച്ചിട്ടില്ല, ഞാൻ എന്ത് ചെയ്യാനാ? യോസേപ്പ് മറിയാമിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സ്വപ്നത്തിൽ ദർശനമുണ്ടായി. യോസേപ്പേ, നിന്റെ ഭാര്യയായ മറിയാമിനെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. നിന്റെ ഭാര്യയായ യോസേപ്പ് എന്ന് പറഞ്ഞു. കല്യാണം കെട്ട് കഴിഞ്ഞിട്ടില്ല, പറഞ്ഞൊപ്പ് കല്യാണം നടന്നിട്ടുള്ളൂ. പറഞ്ഞൊപ്പ് കല്യാണം നടത്തുമ്പോൾ ഭാര്യയാകില്ല എന്ന ഈ സംശയം കമൻ്റ് ഇട്ടവൻ്റെ ലക്ഷ്യം അവനറിയില്ല. പറഞ്ഞൊപ്പ് കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞൊപ്പ് കല്യാണത്തിന് വിവാഹ നിശ്ചയം എന്ന് പറയുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവുമാണ്. അങ്ങനെ വേദോസ്തത്തിൽ പറയുന്നു. മറിയാമിനെ യോസേപ്പിനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ പട്ടക്കാര്, അച്ഛന്മാർ, യഹൂദ പുരോഹിതന്മാർ പറഞ്ഞിരുന്നു,
ഇവൾ നിന്റെ ഭാര്യയാണ്. അപ്പോൾ യൂസഫിന് ഇഷ്ടം ഉണ്ടായില്ല, അവൻ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞു. നടക്കില്ല, ദൈവത്തിൻ്റെ തീരുമാനമാണ്. എൻ്റെ ചരിത്രങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനി പറയുന്നില്ല. ദൈവത്തിൻ്റെ തീരുമാനമാണ്, ഇവളെ നീ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം. സാധാരണ പറഞ്ഞപ്പോൾ കല്യാണം, കത്തോലിക്ക സഭ അതിന് മനസ്സമ്മതം എന്ന് പറയും. നമുക്ക് മനസ്സമ്മതമില്ല. കാരണം യൂസഫിനോട് എന്താ പറഞ്ഞ, നിനക്ക് ഇവളെ കെട്ടാൻ സമ്മതമാണോ എന്ന് ചോദിച്ചില്ല. മറിയാമിനോട് ചോദിച്ചില്ല, നിനക്ക് യൂസഫിൻ്റെ കൂടെ പോകാൻ സമ്മതമാണെന്ന് ചോദിച്ചില്ല. ചോദിക്കണ്ട, ദൈവനിശ്ചയമാണത്. സമ്മതവും കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് വീട്ടുകാരും അവർ തീരുമാനിച്ചോളൂ, വേണോ വേണ്ടത്. അതൊരു കാര്യമാണ്. പള്ളിയിൽ വന്നിട്ടൊരു മനസ്സമ്മതമില്ല, അത് ദൈവത്തിനോടുള്ള ധിക്കാരമാണ്. യൂസഫിനോട് പറഞ്ഞു, നീ ഇവളെ കൊണ്ടുപോകൊള്ളണം. അയ്യോ, ഞാൻ കൊണ്ടുപോകില്ല, പറ്റൂല, ദൈവത്തിൻ്റെ തീരുമാനമാണ്, നിന്റെ സമ്മതം ഇവിടെ വേണ്ട. പറഞ്ഞപ്പോൾ കല്യാണമെന്ന് അതിന് പറയണം, വിവാഹ നിശ്ചയം, നമ്മളതിന് എൻഗേജ്മെൻ്റ് എന്നൊക്കെ പറയും. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ വേറെ കല്യാണം പാടില്ല. ആ ചെക്കന്മാർ പെണ്ണുമായിട്ട് കല്യാണം കഴിക്കാവും. അങ്ങനെയാണ് യഹൂദ നിയമം, അതാണ്. പിന്നെ ഒരിക്കലും മാറാൻ പാടില്ല. ചിലപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം നടക്കുന്നത്, എന്നും ഒരിക്കലും വേറെ കല്യാണം പാടില്ല. അപ്പോൾ യൂസഫിന് എൻ്റെ 2ാം ഭാര്യ തന്നെയാണ് മറിയാം. അത് ഈ സംശയം ചോദിച്ചാൽ കമൻ്റ് ഇട്ട പെന്തക്കോസുകാരന് അറിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. എന്നെ വെല്ലുവിളിക്കാണ്, നിങ്ങളിതിന് മറുപടി പറയണമെന്ന് പറ്റും പറഞ്ഞു. അതിന് മര്യാദ പോലും ഇല്ല. അതുകൊണ്ട് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ അത് എഴുതി കൊടുത്തിട്ടുണ്ടായി, അവർ വിവരമുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ. പിന്നെ കുർബാനയുടെ കാര്യം ഞാൻ വേറൊരു വീഡിയോ ഇട്ടോളാം. അപ്പോൾ പച്ച ശുദ്ധീകരണത്തെയും മഞ്ഞ മഹത്വീകരണത്തെയും കാണിക്കുന്നു. മഞ്ഞ നിറമാണ് നമ്മുടെ നിറം, അത് മഹത്വീകരണത്തെ കാണിക്കണം. ആ 3 വിദ്വാൻമാർ യേശു കുഞ്ഞിനെ കാണാൻ വന്നപ്പോൾ ഒരാൾ എന്നവിടുത്തെ സ്വർണ്ണമാണ് കാഴ്ചവെച്ചത്. അത് മഹത്വീകരണത്തെ കാണിക്കണേ, അവൻ മഹത്വമുള്ളവനാണ്. മഞ്ഞ നിറമാണ് നമ്മുടെ നിറം. മെത്രാപ്പോലീത്തന്മാർ വിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ ഗോൾഡൻ മാല ഇട്ടുകൊള്ളണമെന്ന് നിർബന്ധമാണത്. കുർബാനയ്ക്ക് നിർബന്ധമാണ്, മറ്റു സന്ദർഭങ്ങളിൽ നിർബന്ധമില്ല. വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ വേണ്ട. മഞ്ഞനിറം മഹത്വീകരണത്തെ കാണിക്കുന്നു. കർത്താവ് മഹത്വീകരിക്കപ്പെട്ടവനായിട്ടാണ് ഉയർത്തെഴുന്നേറ്റത്. കർത്താവ് ഈ ഭൂമി ജീവിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ല അവന് മഹത്വീകരണം ഉണ്ടെന്ന്. പക്ഷെ മഹത്വീകരണം അവനിൽ മറഞ്ഞിരുന്നു, അവൻ ദൈവത്വം അവനിൽ മറഞ്ഞിരുന്നു എന്ന് പറയും. നമുക്ക് കാണാൻ പറ്റില്ല. അതേസമയം അവൻ ദൈവവും മനുഷ്യനുമാണ്, അതിന് മാറ്റമില്ല, അതൊരിക്കലും മാറില്ല. അത് മറിയാമിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപിരിയാൻ പാടില്ലാത്തവണ്ണം സംയോജിപ്പിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് മഹത്വീകരണം ഒരിക്കലും മാറില്ല, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഉയർപ്പിന് ശേഷം മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. ആ മഹത്വീകരണമാണ് ഈ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്. ദൈവം എപ്പോഴും മഹത്വമുള്ളവരാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൂ. ഈ മഹത്വീകരണം നമുക്കും അല്പം ലഭിക്കും. കർത്താവിന് അത്ര മഹത്വീകരണം കിട്ടില്ല. നാം ഉയർക്കുമ്പോൾ ആത്മാവ് വന്ന് നമ്മുടെ ശരീരത്തോട് ചേരും. സെമിട്രിയിലെ അവിടെ നിന്ന് മഹത്വീകരിക്കപ്പെട്ട് പൂർവാധികം സൗന്ദര്യമുള്ളവരായി നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. നമ്മുടേന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മരിക്കുന്നവരുടെ കാര്യം പറയണം, വിശ്വാസികളുടെ കാര്യം. അപ്പോൾ മഞ്ഞ മഹത്വീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3 ഖണ്ഡങ്ങൾ അല്ലെങ്കിൽ 3 കഷ്ണങ്ങളും ഒരേ നിറത്തിലാണ്. മഞ്ഞയുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്, 3 എണ്ണത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് വിശുദ്ധ തൃത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ 3 പേരും തുല്യരാണെന്ന് പറയുമ്പോൾ ദൈവത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധരുമായി തുല്യരാണ്, ഒന്നാണ്.
തുല്യരാന്ന് പറയുന്ന ആൾക്കാർ ഒന്നാണ് എന്ന് പറയുന്നതാണ് ശരി. പക്ഷേ ആളത്വത്തിൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ചിത്തോലയ്ക്ക് 3 ഖണ്ഡങ്ങളുണ്ട്. അത് വിശുദ്ധ തൃത്വത്തെ സൂചിപ്പിക്കുന്നു. നടുക്ക് ചുവപ്പ് നിറം, അരികെ പച്ച നിറം, കുരിശും മറ്റും മഞ്ഞ നിറം. ആ കുരിശിന് മഞ്ഞ നിറം, ആ കുരിശ് കർത്താവിനെയല്ല സൂചിപ്പിക്കുന്നത്, കർത്താവിൻ്റെ പ്രതീകമാണ് കുരിശ്. അത് നമ്മൾ ഓർത്തുകൊള്ളണം. ചിത്തോല കർത്താവ് ധരിച്ചിരിക്കുന്ന തുന്നലില്ലാത്ത അങ്കിയുടെ പ്രതീകമാണ്. ചിത്തോല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിത്തോല ത്രോളസ് ചുറ്റി ഇരിക്കുന്ന ആ പട്ടുവസ്ത്രം, അത് കർത്താവ് ധരിച്ചിരുന്ന അങ്കി. അത് മാതാവായ മറിയാം അവന് ചെറുപ്പത്തിൽ തുന്നിക്കൊടുത്തതാണെന്ന് പറയുന്നു. അങ്ങനെ തുന്നലില്ലാത്ത അങ്കി കണ്ടാൽ തുന്നലുണ്ടെന്ന് തോന്നൂല. ആ അങ്കി അമ്മ അവന് കൊടുത്തിട്ട് അവൻ വളരും തോറും ഈ അങ്കിയും വളർന്നുകൊണ്ടിരുന്നു എന്ന് പറയണം. വേറെ അങ്കിയെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. യേശു വളരും തോറും അമ്മ കൊടുത്ത ആ അങ്കിയും വളർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ പുറകിലായിരിക്കണം ഹെറോദോസ് അവനെ ഒരു ചുവന്ന അങ്കി ധരിപ്പിക്കുന്നുണ്ട്. യഹൂദന്മാർക്ക് 2 അങ്കിയുണ്ട്, ഉള്ളങ്കിയുണ്ട്, മേലങ്കിയുണ്ട്. ഉള്ളങ്കിയും മേലങ്കിയും. കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാൻ എഴുന്നേറ്റപ്പോൾ മേലങ്കി അഴിച്ചു മാറ്റിയതാണ്. അടിമകൾക്ക് 2 അങ്കി ധരിക്കാൻ പാടില്ല. അടിമകൾക്ക് ഉള്ളങ്കി മാത്രമേ ഉള്ളൂ, മേലങ്കി പാടില്ല. അപ്പൊ കർത്താവ് മേലങ്കി മാറ്റിയെന്ന് പറഞ്ഞാൽ അവൻ സ്വയം അടിമയായി, താഴ്ന്നവനായി, വിനീതനായി, ഒന്നുമില്ലാത്തവനായി, വെറും അടിമ പോലെയായി. എന്നിട്ട് അവൻ കാലുകൾ കഴുകാൻ പോയത്. അപ്പോൾ ഈ ഉള്ളങ്കി ആയിരിക്കണം അമ്മ കൊടുത്താക്കി, അത് മതി എന്നാണ് അവൻ്റെ അഭിപ്രായം. എന്നാൽ പസാക്കി എന്നപ്പോൾ അവൻ മേലങ്കി കൂടി ധരിച്ചിരുന്നു, അത് മാറ്റിയിരുന്നു. അപ്പോൾ ഈ അങ്കി എന്ത് ചെയ്തവര്? ഈ അങ്കി ഉരിഞ്ഞു മാറ്റി, ഓടാ ഇത് നല്ല അങ്കിയാണല്ലോ, തുന്നലില്ലാത്ത നല്ല അങ്കി, ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുന്നു. അതവർ ചീട്ടിട്ടു. ആർക്ക് കിട്ടുമെന്ന് അറിയാനായിട്ട് ചിട്ടി കിട്ടുന്നുണ്ട്. ഇപ്പൊ ക്രൂശിക്കാൻ ഒരാളെ കൊണ്ടുവന്നാൽ അവൻ്റെ വസ്ത്രം പടയാളികൾക്കുള്ളതാ, വേറെ ആർക്കും അതിന് ആവശ്യമില്ല. വേണമെങ്കിൽ എടുക്കാൻ അല്ലെങ്കിൽ കടികളെ. പക്ഷെ ഈ അങ്കി കണ്ടപ്പോൾ അവർ കളഞ്ഞില്ല, അതിന് ചിട്ടിയിട്ടു. ആ അങ്കി ഉരിഞ്ഞു മാറ്റി. ഹേരോദാസാവ് ധരിപ്പിച്ച അങ്കി, അങ്ങനെയാണ് ലൂക്കോസ് പറയുന്നത്. ഹേരോദാസ് ചുവന്ന അങ്കി ധരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്, രക്താംബരം. ഹേരോദാസ് ചുവന്ന അങ്കി ധരിപ്പിച്ചതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ മെത്രാപ്പൊലിത്തന്മാർ ചുവന്ന കുപ്പായം ധരിക്കുന്നത്. രക്തത്തിൻ്റെ അടയാളം, രക്തത്തിൻ്റെ പ്രതീകം. അപ്പോൾ ഈ അങ്കി പടയാളികൾ ഉരിഞ്ഞു മാറ്റിയതിൻ്റെ സൂചനയായിട്ടാണ് ദുഃഖവെള്ളിയാഴ്ച ദിവസം ത്രോണോസിലെ ചിത്തോല് മാറ്റുന്നത്. അത് ഞാൻ പറഞ്ഞു വന്നു. നിർബന്ധമായും ദുഃഖവെള്ളിയാഴ്ച ചിത്തോല് മാറ്റിയിരിക്കണം. അപ്പോൾ ചിത്തോലയ്ക്കും വളരെ അർത്ഥമുണ്ട്. നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും കൂദാശകൾക്കും അർത്ഥങ്ങളുണ്ട്. അവയിൽ ഉപയോഗിക്കുന്ന വസ്തുണ്ട്, സാധനങ്ങൾക്കും അർത്ഥമുണ്ട്, വസ്തുക്കൾക്കും അർത്ഥമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, കുരിശിന് പോലും അർത്ഥമുണ്ട്. കുരിശ് കർത്താവിൻ്റെ പ്രതീകമായിട്ട് കാണണം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.